ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് നോട്ടീസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യമുനാസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോ ലിപ്സ്റ്റിക്കിന്റെ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ചാണ്. ഇത്രയും നാൾ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂസ്, സ്കിൻ കെയർ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? എന്നാൽ സൂക്ഷിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സിലെല്ലാം ഒരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ ഈ പാരബൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ എന്ന് പറഞ്ഞ് കുറെ കെമിക്കൽസ് ഇല്ലാത്ത ലിപ്സ്റ്റിക്സ് മേടിക്കുമ്പോൾ അതിൽ വേറെ ഒരുപാട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിരിപ്പുണ്ട്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ലിപ്സ്റ്റിക്സിലും ഈ 4 ഡേഞ്ചറസ് മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലിപ്സ്റ്റിക്സിലെല്ലാം ലെഡ്, മെർക്കുറി, കാഡ്മിയം എന്നിവ ഉള്ള കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വളരെ പോയിസണസും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഹെവി മെറ്റൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഹെവി മെറ്റൽസ് ആണ് ഈ മെർക്കുറി, ലെഡ്, കാഡ്മിയം. ഈ പാരബൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ടോക്സിക് ഫ്രീ അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യുമ്പോഴും ഈ ലിപ്സ്റ്റിക് ബ്രാൻഡുകൾ ഒരിക്കലും നമ്മൾ ഹെവി മെറ്റൽ ഫ്രീ അങ്ങനെ ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല ഒരിടത്തും. അപ്പോൾ അതെല്ലാവരും ഇനിയും തൊട്ട് ശ്രദ്ധിക്കണം. ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എന്നാലേ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഏതൊക്കെ ലിപ്സ്റ്റിക്സ് ആണ് സേഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലെഡ്, മെർക്കുറി, കാഡ്മിയം ഇതെല്ലാം പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞ സാധനമാണ്, അതാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കളറിംഗ് ഏജൻസ് ആണ്. നമ്മൾ ഈ മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ, ബ്രാൻഡുകൾ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു കളർ ഉണ്ടാക്കാൻ വേണ്ടി മിക്സ് ചെയ്യുമ്പോൾ അത് കണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടായി വരുന്ന ഒരു സംഭവമാണ് പിഗ്മെന്റ്സ്. അത് അറിഞ്ഞുകൊണ്ട് ആരും ആഡ് ചെയ്യുന്നതല്ല, ഒരു ലിപ്സ്റ്റിക് കമ്പനീസും ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ലെഡ്, മെർക്കുറി അങ്ങനെ സെപ്പറേറ്റ് ആരും കൊടുക്കൂല. ലിപ്സ്റ്റിക് ബ്രാൻഡുകളൊന്നും കൊടുക്കത്തില്ല. ലെഡ്, മെർക്കുറി ഉണ്ട്, ഇങ്ങനെ ഹെവി മെറ്റൽസ് ഉണ്ടെന്ന് കൊടുക്കില്ല. ബട്ട് പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സിന് അവര് ഒരു നമ്പർ ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് ലിപ്സ്റ്റിക് ബ്രാൻഡ്സിൽ. അത് ആക്ച്വലി ചീപ്പ് ലിപ്സ്റ്റിക്സിൽ അത് കാണാറില്ല. നല്ല ലക്ഷറീസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്സിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ഫലങ്ങളൊക്കെ, ഇതൊക്കെ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്ത ഇതൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ആക്ച്വലി ഈ പിഗ്മെന്റ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിന് നല്ല കളറ്, നല്ല കവറേജ് ഉള്ള ലിപ്സ്റ്റിക് അല്ലേ, പിന്നെ നല്ല ഫിനിഷ് കിട്ടാൻ അതാണ് ഈ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞ സംഭവം. നല്ല ഫിനിഷ് എന്ന് പറയുമ്പോൾ മാറ്റ് ഫിനിഷ് അങ്ങനെയൊക്കെ പറയാറില്ലേ, ഓരോ ലിപ്സ്റ്റിക് മാറ്റ് ഫിനിഷ്, നല്ല ഷൈനി, അതൊക്കെയാണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പിഗ്മെന്റ്സും നമ്മുടെ ഏതൊക്കെ ഓർഗൻസിനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ലെഡ് നമ്മുടെ ബ്രെയിന്, മെമ്മറി, പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഹാംഫുൾ ആണ്, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് മെർക്കുറി, അത് നമ്മുടെ സ്കിന്നും പിന്നെ നെർവസ് സിസ്റ്റമാണ് ഹാം ചെയ്യുന്നത്. മൂന്നാമത്തെ കാഡ്മിയം, അത് നമ്മുടെ കിഡ്നിയും ബോണും ആണ് ഡാമേജ് ആവാൻ പോകുന്നത്. അപ്പൊ ഈ സേഫ് ലിപ്സ്റ്റിക്സ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ലിപ്സ്റ്റിക്കിന്റെ പുറകില് CI നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്, അത് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കയ്യിലുള്ള റെവ്ലോണിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇതില് കളർ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതുപോലെ 423, പിന്നെ ലിപ്സ്റ്റിക്കിന്റെ കളർ അതൊക്കെ മെൻഷൻ ചെയ്യും. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് FDA-യും ISI അപ്രൂവ്ഡ് ആണോ, അപ്രൂവ്ഡ് പിഗ്മെന്റ്സ് ആണോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പിഗ്മെന്റ്സ് ISI അപ്രൂവ്ഡ്, FDA അപ്രൂവ്ഡ് പിഗ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കണം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം, ഈ സർട്ടിഫിക്കേഷൻ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നോക്കണം. പാരബൺ ഫ്രീ, ക്രുവൽറ്റി ഫ്രീ, പിന്നെ EWG എന്ന് വെച്ചാൽ എൻവയൺമെന്റ് വർക്കിംഗ് ഗ്രൂപ്പ്, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ 3 കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അടുത്തായിട്ട് നിങ്ങൾ നോക്കണ്ടേ, എക്സ്പയർഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യില്ല. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഉടനെ ആ ലിപ്സ്റ്റിക് അത് കളയണം. പിന്നെ അതിനുശേഷം നിങ്ങൾ മാക്സിമം ഓർഗാനിക് ആൻഡ് ഹെർബൽ, അങ്ങനത്തെ ഓർഗാനിക്കും ഹെർബൽ, ആയുർവേദിക് അങ്ങനത്തെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ ഈ ടിൻറ്റുകളുണ്ടല്ലോ, ലിപ്സ്റ്റിക് ടിൻസ്, അതൊക്കെ സേഫ് ആണെന്നാണ് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്. സേഫ് ആണ്. ലിപ് ടിൻറ്റുകൾ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഈ കളർ ഇൻഡെക്സ് CI നമ്പർ, അത് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ അത് കളറാണ്, കളറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ് അവർ ലിപ്സ്റ്റിക്കിന്റെ പുറകിൽ. അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, കളർ അല്ലെങ്കിൽ പിഗ്മെന്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് സേഫ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. കൂടുതലും നമ്മൾ ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്സിലാണ് അത് ഇതൊന്നും കാണാത്ത, ഈ പിഗ്മെന്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യാത്ത ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്സിലാണ്. ചില ലക്ഷറി ലിപ്സ്റ്റിക്സിൽ അല്ലെങ്കിൽ കോസ്റ്റ്ലി ലിപ്സ്റ്റിക്സിലും ഈ ഇൻഡെക്സ് നമ്പർ CI നമ്പേഴ്സ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്.
ഏറ്റവും കൂടുതലായിട്ട് അവസാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലിപ്സ്റ്റിക്ക് ലിക്ക് ചെയ്യല്, നക്കൊന്നും ചെയ്യല്, പിന്നെ അത് കഴിക്കല്, അത് വയറ്റിലോട്ട് പോവാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്, എന്തെങ്കിലും കുടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും. നമ്മൾ അറിയാതെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങനെയൊക്കെ ഉള്ളിലോട്ട് പോകും. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ലിപ്സ്റ്റിക്സിന്റെ ഒക്കെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ്, ഒരു അവയർനെസ്സിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.